Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് പബ്ലിക് റിലേഷൻസ് എവിടെ വരെ എടുത്തേ? റോൾ ഓഫ് PR ഓഫീസർ വരെയല്ലേ? പ്രോബ്ലം സോൾവർ കംപ്ലീറ്റ് ആയി അല്ലേ? അതെ മാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ റോൾ ഓഫ് PR ഓഫീസർ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഒപ്പീനിയൻ മാസ്റ്ററും കൂടി ഒന്ന് പറയാം അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് റോള് പറഞ്ഞത്? അഡ്വക്കേറ്റ് എന്നുള്ള റോൾ ആയിരുന്നു അല്ലെ. അതായത് ഒരു ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ചീഫ് അഡ്വക്കേറ്റ് എന്ന നിലയിലായിരിക്കണം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. ഇനി ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ കെട്ടിപ്പടുക്കുന്നതിനുള്ള എല്ലാ എനർജിയും ആരിലായിരിക്കും കേന്ദ്രീകരിച്ചിരിക്കുക എന്ന് നമ്മൾ പറഞ്ഞത്? ഈ പബ്ലിക് റിലേഷൻ ഓഫീസർക്കാണ് അല്ലെ. ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ, പ്രശസ്തി ഉയർത്തുക, നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, അതിലൂടെ ആ ഒരു സ്ഥാപനത്തെ വളർത്താൻ അല്ലെങ്കിൽ കെട്ടിപ്പടുക്കാനുള്ള എല്ലാ എനർജിയും ആ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഒരു ഡ്യൂട്ടി ആയിരിക്കും നമ്മൾ പറഞ്ഞു അല്ലെ. രണ്ടാമതായിട്ട് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്ന ആ ഒരു റോളിൽ വരുന്ന എന്താ? ശരിയായ രീതിയിൽ ആശയവിനിമയത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അത് വളരെ ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, അതുപോലെ തന്നെ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ, പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടുത്തേണ്ടത് അല്ലെ. ഇനി അതുപോലെ തന്നെ പല ടാലൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയായിരിക്കണം ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് നമ്മൾ പറയണം. പ്രോബ്ലം സോൾവറിൽ നമ്മൾ എന്താ പറഞ്ഞേ? എന്താണ് പ്രോബ്ലം സോൾവറിൽ പറഞ്ഞത്? എപ്പോഴും ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത് ഒരു സ്പിൻ ഡോക്ടർ ആയിരിക്കണം. എന്താണ് ഒരു സ്പിൻ ഡോക്ടർ എന്ന് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ ഒരു സംഭവം ഉണ്ടായാൽ ചിലപ്പോൾ അതൊരു നിസ്സാര സംഭവമായിരിക്കാം. എങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രോബ്ലം പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ അല്ലെ, ആ പ്രോബ്ലം പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ പബ്ലിക് എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നു എന്നത് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം? അതിനനുസരിച്ച് പബ്ലിക്കിലേക്ക് അത് എത്താതെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ആരാ ചെയ്യേണ്ടത്? ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ PR മാനേജർ ആണ് ചെയ്യേണ്ടത് അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിലും പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ പബ്ലിക്കിലേക്ക് എത്താറുണ്ടോ? എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാറുണ്ടോ? ഇല്ലല്ലോ അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം എന്താണ് ശ്രദ്ധ വേണ്ട ചില ഒന്നോ രണ്ടോ കാര്യങ്ങളല്ലാതെ ആ ഹോസ്പിറ്റലിൽ എന്തോരം പ്രോബ്ലംസ് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അതെല്ലാം ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് പബ്ലിക്കിലേക്ക് എത്തിയാൽ ആ പബ്ലിക് എന്ത് ചെയ്യും? അതിനെ പല രീതിയിൽ, ഇപ്പൊ ചിലവർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നാം, ചിലർക്ക് അത് പോസിറ്റീവായിട്ട് വ്യാഖ്യാനിക്കും. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജിനെ അത് ബാധിക്കും അല്ലെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ എപ്പോഴും ഏതൊരു പ്രശ്നം ഉണ്ടായാലും അതിനെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി ആ ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് തന്നെ, പബ്ലിക്കിലേക്ക് എത്തിക്കാതെ ആ ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് തന്നെ അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ എന്തെങ്കിലും എന്താണ് എംബ്രാസ്മെന്റ് അല്ലെങ്കിൽ ഡിഫെയിം അല്ലെ, അവിടെ ഒരു എന്താ അവരെ അപകീർത്തിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ എന്താ നാണക്കേടുണ്ടാകുന്നതായിട്ടുള്ള ന്യൂസുകളോ കാര്യങ്ങളോ ആ ഒരു ഹോസ്പിറ്റലിലെ പ്രശസ്തിയെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാല് അവിടെ നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്താല് നമുക്ക് ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ഇമേജിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലെ. ആളുകൾ അതെന്ത് ചെയ്യില്ല? വിശ്വസിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം മാനേജ് ചെയ്യേണ്ടത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു നിസ്സാര സംഭവത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ഒരു നിസ്സാര പ്രോബ്ലം ആവാം, അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രശ്നം നടന്നാല് ആ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കാതെ എപ്പോഴും ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്താ ചെയ്യേണ്ടത്? അതൊരു ചെറിയൊരു നിസ്സാര കാര്യമാണെങ്കിൽ പോലും അതിനെ അവോയ്ഡ് ചെയ്യാതെ എന്ത് ചെയ്യുക? അതിന്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അത് പ്രോസസ്സിംഗ് നടത്തി പോളിഷ് ചെയ്ത് നല്ലൊരു പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റുക. നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വളരെ കൃത്യതയുള്ള നല്ല റെലവെന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാക്കി മാറ്റി ആ ഒരു ചെറിയ നിസ്സാര പ്രോബ്ലം ആയിരിക്കാം, പക്ഷെ ആ ഒരു പ്രോബ്ലത്തിന് ശരിയായ രീതിയിലുള്ള സൊല്യൂഷൻസ് കാണുന്നതിലൂടെ ആ ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനും അതുവഴി നല്ലൊരു പബ്ലിക് റിലേഷൻസ് അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും.
പറയുന്നു. അപ്പൊ അതും ചെയ്യേണ്ടത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ, ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഇത്രയും ക്ലിയർ ആണോ? 3 റോളും ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന 4th വൺ ആണ് ഒപ്പീനിയൻ മാസ്ട്രോ. ഒപ്പീനിയൻ മാസ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാസ്ട്രോ എന്ന് ഉദ്ദേശിക്കുന്നത് മാസ്റ്റർ അല്ലെങ്കിൽ വിദഗ്ധൻ എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഒപ്പീനിയൻ മാസ്ട്രോ എന്ന് പറയുന്നത് മാസ്റ്റർ അല്ലെങ്കിൽ വിദഗ്ധൻ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നോക്കിയേ, ദ പബ്ലിക് റിലേഷൻസ് മാനേജർ controls all outreach efforts. എന്താ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ, ഔട്ട്റീച്ച് എന്ന് പറയുന്നത് വ്യാപനം. അപ്പൊ അവിടെ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്തിന്റെ വ്യാപനമാണ്, എന്ത് പ്രവർത്തനങ്ങളുടെ വ്യാപനം? ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ സ്ഥാപനം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ അല്ലെ, ആ നല്ല പ്രവർത്തനങ്ങള് പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ വ്യാപിപ്പിക്കാനുള്ള നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒപ്പീനിയൻ മാസ്ട്രോ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റേതെങ്കിലും ഒരു കമ്പനി ആവാം, എന്തുമായിക്കോട്ടെ. അപ്പൊ അവിടുത്തെ ആ ഒരു നല്ല പ്രവർത്തനങ്ങള്, ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങള് പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ വ്യാപിപ്പിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഒപ്പീനിയൻ മാസ്ട്രോ എന്ന് പറയുന്ന ഒരു റോളിൽ നിൽക്കുന്ന PRO. Then he is accountable for media placements. അല്ലെ, അവര് നമ്മുടെ മാസ് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാലോ അല്ലെ. അപ്പൊ നമ്മുടെ മാസ് മീഡിയാസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മാസ് മീഡിയാസിന്റെ പ്ലേസ്മെന്റുകള്, അതുപോലെ അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ്, ആ സംഘടന അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക, and the efforts of executives, എക്സിക്യൂട്ടീവുകളുടെയൊക്കെ പ്രവർത്തനങ്ങള് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. ഇതിനെല്ലാം ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയായിരിക്കും ആരെന്ന് പറയുന്നത് ഈ PR ഓഫീസർ എന്ന് പറയുന്നത്. ഇവിടെ ഒപ്പീനിയൻ മാസ്ട്രോയില് 2 സെന്റൻസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ, പബ്ലിക് റിലേഷൻ മാനേജർ കൺട്രോൾസ് ഓൾ ഔട്ട്റീച്ച് എഫേർട്സ്. ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങളും പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ എത്തിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒപ്പീനിയൻ മാസ്ട്രോ എന്ന് പറഞ്ഞു അല്ലെ. രണ്ടാമതായി പറഞ്ഞത് he is accountable for media placements and arranging organizational functions and the efforts of executives. ഇനി എന്താണ്, മീഡിയ പ്ലേസ്മെന്റുകൾ നടത്തുക അല്ലെ, നല്ല കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള മാസ് മീഡിയാസിന്റെ പ്ലേസ്മെന്റ്സ്, അതുപോലെ ആ ഒരു സ്ഥാപനത്തിന് സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുക, അതുപോലെ അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് അല്ലെ, ഇപ്പൊ CEO ആവാം, CMO ആവാം, CEO ആവാം, മുതലായ എക്സിക്യൂട്ടീവുകളുടെ പ്രവർത്തനങ്ങൾക്കുള്ള മാനേജ് ചെയ്യുക. ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്? ഒരു ഒപ്പീനിയൻ മാസ്ട്രോ എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. Then it is his duty to decide the executive appropriate for each situation and make sure that person has approved information and statements in hand. ഇനി എന്താണ്, ഇപ്പൊ ഇവരെന്ന് പറയുന്നവർ എന്താ, ഒപ്പീനിയൻ, അവർക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത്, അതായത് അത് ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിനും അനുയോജ്യരായിട്ടുള്ള എക്സിക്യൂട്ടീവുകൾ എന്ത് ചെയ്യുക, അവിടെ നിയമിക്കുക അല്ലെ. അവരെന്ത് ചെയ്യുക, എക്സിക്യൂട്ടീവുകളെ ഓരോരോ സാഹചര്യത്തിന് അനുയോജ്യരായ എക്സിക്യൂട്ടീവുകളെ തീരുമാനിക്കുക. അത് മാത്രമല്ല, make sure that person has approved information and statements in hand. ഇനി എന്താ, ഈ പറയുന്ന ഓരോ വ്യക്തിയുടെയും വിവരങ്ങള് എന്ത് ചെയ്യുക, അംഗീകൃതമാണോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. അതായത് അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകൃതമായിട്ടുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നമ്മളൊരു എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ എക്സിക്യൂട്ടീവിന് കൃത്യമായിട്ട് ആ ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരാണോ, ശരിയായ രീതിയിലുള്ള സ്കില്ലുകൾ അവർക്കുണ്ടോ, ശരിയായ കഴിവുകൾ ഉള്ളവരാണോ എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, അംഗീകൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കണം അവരെ ഓരോ സ്ഥാനങ്ങളിലേക്ക് എന്ത് ചെയ്യാനായിട്ട്, തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ഇറ്റ്സ് ഹിസ് ഡ്യൂട്ടി ടു ഡിസൈഡ് ദ എക്സിക്യൂട്ടീവ് അപ്രോപ്രിയേറ്റ് ഫോർ ഈച്ച് സിറ്റുവേഷൻ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് പേഴ്സൺ ഹാസ് അപ്രൂവ്ഡ് ഇൻഫർമേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ഹാൻഡ്. എന്താ പറയുന്നത്, ഓരോ സാഹചര്യത്തിനനുസരിച്ചും എക്സിക്യൂട്ടീവുകളെ തിരഞ്ഞെടുക്കുകയും ഈ തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകൃതമാണ്, അംഗീകരിക്കൽ
ചെയ്യപ്പെടുന്നവയാണ് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. അവർക്ക് അതിനനുസരിച്ചുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണോ, അതിനനുസരിച്ചുള്ള സ്കില്ലുള്ളവരാണോ, അതിനനുസരിച്ചുള്ള കഴിവുള്ളവരാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അംഗീകൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ടോ എന്ന കാര്യം കൂടി ഉറപ്പുവരുത്തിയായിരിക്കണം ഓരോരുത്തർക്കും ജോലികൾ എന്ത് ചെയ്ത് തിരഞ്ഞെടുത്ത് കൊടുക്കാനായിട്ട്. ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ PRO ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ആണോ? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ നല്ല പ്രവർത്തനങ്ങളും പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ എത്തുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താ, അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കിടക്കുകയാണ് അല്ലെ. മാസ് മീഡിയാസിനെ ഫേസ് ചെയ്യുക, നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതുപോലെ ആ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായി ക്രമീകരിക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞ എന്താ, അവിടുത്തെ എക്സിക്യൂട്ടീവുകളുടെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുക. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർക്കായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്താ, ഓരോരോ ഡ്യൂട്ടീസ് അല്ലെ, പല പല എക്സിക്യൂട്ടീവുകളുണ്ട്. അവരെല്ലാവരും എന്താ ഓരോ സാഹചര്യത്തിനോ അനുസരിച്ച് അനുയോജ്യരായ എക്സിക്യൂട്ടീവുകളെ തീരുമാനിക്കുകയും അവരുടെ യോഗ്യതകൾ അല്ലെ, അപ്പൊ അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകൃതമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ക്ലിയർ ആണോ ഒപ്പീനിയൻ മാസ്റ്ററോ? ഓക്കെ ആണോ? എന്താണ്, അശ്വതിക്ക് മാത്രമേ ഓക്കെ ആയുള്ളൂ? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, നമ്മുടെ 4 റോൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. റോൾ ഓഫ് PR ഓഫീസർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കിക്കോട്ടെ. ഇൻക്ലൂഡഡ് ആയത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. നോക്കിയേ, ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഫസ്റ്റ് വൺ എന്താ, പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. എന്താണ് ഇവിടെ നമ്മൾ എപ്പോഴും നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രധാന ജോലി ചെയ്യണമെങ്കിൽ പബ്ലിക്കിലേക്ക് നല്ലൊരു എന്ത് വേണം, കമ്മ്യൂണിക്കേഷൻസ് നടത്തണം വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അല്ലെ പരസ്യതന്ത്രങ്ങള്, പബ്ലിസിറ്റി സ്ട്രാറ്റജീസ്, പരസ്യതന്ത്രങ്ങളും ക്യാമ്പയിൻസ് അല്ലെങ്കിൽ പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുക അല്ലെ. നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുക അല്ലെങ്കിൽ പ്ലാനിങ് ചെയ്യുക. രണ്ടാമതായിട്ട് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. പത്രക്കുറിപ്പുകളും അതുപോലെ തന്നെ അവതരണങ്ങളും എല്ലാം എന്ത് ചെയ്യുക, എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നിർമ്മിക്കുകയും ചെയ്യുക. റൈറ്റിംഗ് ചെയ്യണം. നമ്മൾ ഓൾറെഡി PR ഓഫീസറിന്റെ ഒരു റോള് അല്ലെങ്കിൽ ഒരു ടാലന്റ് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. ക്വാളിറ്റി പറഞ്ഞപ്പോ എഴുതാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങള് പറഞ്ഞിരുന്നോ? പറഞ്ഞില്ലേ, എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ് അല്ലെ, അങ്ങനെയുള്ള റൈറ്റിംഗ്സിനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പത്രക്കുറിപ്പുകൾ കൊടുക്കുമ്പോഴോ, പ്രസ് റിലീസ് അല്ലെ, പത്രക്കുറിപ്പുകളിൽ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസന്റേഷൻസ് ആയിട്ട് അവതരണങ്ങളായിട്ട് കൊടുക്കുമ്പോഴോ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതാനും നിർമ്മിക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെ. ആർക്കാണ് കഴിവ്? അതിനുള്ള അവരുടെ ആരുടെ ഫംഗ്ഷനായി പറയുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് അത് ചെയ്യേണ്ടത് കേട്ടോ. മൂന്നാമതായിട്ട് to deal with enquiries from the public, the press and related organizations. ഇനി ആരിൽ നിന്നൊക്കെ വരുന്ന അന്വേഷണങ്ങളാ? പബ്ലിക്കിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങളാവാം, അല്ലെങ്കിൽ പ്രസ് വഴി അല്ലെ, പ്രസ് വഴി വരുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങളാവാം. ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങളോടൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിനുള്ള കൈകാര്യം ഇൻഫർമേഷൻസ് തിരിച്ചു കൊടുത്ത് അല്ലെ. ഇപ്പൊ അവര് പബ്ലിക്കിൽ നിന്ന് ചിലപ്പോൾ എന്താണ് പലതരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ ചോദിച്ചേക്കാം അല്ലെ. പൊതുജനങ്ങള് അവർക്ക് അറിയേണ്ട പല കാര്യങ്ങളും അവർ ചോദിക്കാം. പ്രസ് മാധ്യമങ്ങളിൽ നിന്നും ഇതുപോലുള്ള പല അന്വേഷണങ്ങൾ വരാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അവർക്ക് അറിയണമെങ്കിൽ അവർ അതിനുള്ള ഇൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തും അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി അത് കൈകാര്യം ചെയ്യാനായിട്ട് ആരാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ആദ്യത്തെ 3 ഒന്ന് നോക്കി. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? പ്ലാനിങ്
പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് കമ്പയിൻസ്, പരസ്യ തന്ത്രങ്ങൾ അല്ലെ, പരസ്യ തന്ത്രങ്ങള്, അതുപോലെ ക്യാമ്പയിൻസ് എന്താ പ്രചരണങ്ങൾ അല്ലെ, പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും അല്ലെ. ഇതിനു വേണ്ടിയാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുക. രണ്ടാമതായി പറഞ്ഞത് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. ഇനി എന്താ പത്രക്കുറിപ്പുകള് അല്ലെങ്കിൽ അവതരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് റൈറ്റിംഗ് ചെയ്ത് എഴുതുകയും നിർമ്മിക്കുകയും ചെയ്യുക. മൂന്നാമതായി പറഞ്ഞത് ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, the press and related organizations. പബ്ലിക്കിൽ നിന്ന് വരുന്ന എൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങളാവാം, പ്രസ്സിൽ നിന്ന് വരുന്ന എങ്കിലും മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങളാവാം, ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങളാവാം. ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത് നോക്കിയാൽ മൂന്നെണ്ണം ക്ലിയർ ആണോ? മൂന്നെണ്ണം ക്ലിയർ ആണോ? Okay, then fourth one നോക്കാം. നോക്കിയേ, fourth one, to organize and attend promotional events such as press conferences, open days, exhibitions, tours and visits. എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അല്ലെ. എന്താണ് ഓർഗനൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സംഘടിപ്പിക്കേണ്ടത്? പ്രൊമോഷണൽ ഇവന്റ്സ് അല്ലെ, പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവന്റ്സ് ഒക്കെ സംഘടിപ്പിക്കുക. അതായത് പ്രസ് കോൺഫറൻസ്, പത്രസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. ആൻഡ് ഓപ്പൺ ഡേ ഹൗസ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഓപ്പൺ ഡേ ഹൗസുകൾ സംഘടിപ്പിക്കുക, എക്സിബിഷൻസ് സംഘടിപ്പിക്കുക, ടൂർസ് ആൻഡ് വിസിറ്റുകളൊക്കെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സ് എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ സംഘടിപ്പിക്കുകയും. ആൻഡ് അറ്റൻഡ് പ്രൊമോഷണൽ ഇവന്റ്സ് എന്ന് ഉദ്ദേശിക്കേണ്ട ഇതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സ് എന്തായാലും ചെയ്യും, ഓർഗനൈസ് ചെയ്യുന്നുണ്ടാവില്ലേ, അതിൽ പങ്കെടുക്കുകയും ചെയ്യുക. അപ്പോഴല്ലേ നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇവര് ഉദ്ദേശിക്കുന്നത് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ വരണം എന്ന് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഇവരെന്ത് ചെയ്യണം, മറ്റുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സ് മറ്റ് സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുകയും വേണം. ക്ലിയർ ആണോ? അത് ഫോർത്ത് പോയിന്റ് പറഞ്ഞത് ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ് പ്രൊമോഷണൽ ഇവന്റ്സ് സച്ച് ആസ് പ്രസ് കോൺഫറൻസസ്, ഓപ്പൺ ഡേയ്സ്, എക്സിബിഷൻസ്, ടൂർസ് ആൻഡ് വിസിറ്റ് അല്ലെ. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്, ഈ പ്രൊമോഷണൽ ഇവന്റ്സ് ആയിട്ടുള്ള പ്രസ് കോൺഫറൻസ്, പത്ര സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാം, ഓപ്പൺ ഡേ ഹൗസുകൾ സംഘടിപ്പിക്കാം, എക്സിബിഷൻസ് സംഘടിപ്പിക്കാം, ടൂർസ് ആൻഡ് വിസിറ്റുകളൊക്കെ സംഘടിപ്പിക്കുക. അത് കൂടാതെ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തുന്ന ഇങ്ങനെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സിൽ പങ്കെടുക്കുകയും ചെയ്യുക. ആരാ പങ്കെടുക്കേണ്ടതും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കേണ്ടതും? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. നെക്സ്റ്റ് നോക്കി, ടു സ്പീക്ക് പബ്ലിക്ലി അറ്റ് ഇന്റർവ്യൂസ്, പ്രസ് കോൺഫറൻസസ് ആൻഡ് പ്രസന്റേഷൻസ് അല്ലെ. നീ എന്താണ് ചെയ്യേണ്ടത്? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ടു സ്പീക്ക് പബ്ലിക്ലി, പൊതുവായിട്ട് അല്ലെ, പൊതുജനങ്ങളോട് പൊതുവായ വേദികളിൽ നല്ല രീതിയിൽ സംസാരിക്കുക അല്ലെ. അത് ചിലപ്പോ ഒരു ഇന്റർവ്യൂ ആയിരിക്കാം അല്ലെ, പല അഭിമുഖങ്ങളാവാം, അല്ലെങ്കിലോ പ്രസ് കോൺഫറൻസസ് ആവാം, പത്രസമ്മേളനങ്ങളാവാം അല്ലെ, എന്തെങ്കിലും അവതരണങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഇവരെന്ത് ചെയ്യണം, പബ്ലിക് റിലേഷൻ ഓഫീസർ സ്പീക്ക് പബ്ലിക്ലി അല്ലെ, പൊതുവായി സംസാരിക്കുക. And to provide clients with information about new promotional opportunities and current pre-campaigns programs. ഇനി എന്താ, നിലവിലെ അവരുടെ പുരോഗതി അല്ലെ, ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പുരോഗതികൾ എന്തൊക്കെയാണ്, അതുപോലെ പുതിയ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പുതിയ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ക്ലയന്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക. To provide clients with information about new promotional opportunities and current pre-campaign programs. നിലവിലുള്ള ഈ pre-campaign അല്ലെങ്കിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ്, പുരോഗതി എത്രത്തോളം ഉണ്ട്, ഇനി പുതിയതായിട്ട് വരുന്ന പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ക്ലയന്റുകൾക്ക് നൽകുക. നെക്സ്റ്റ് നോക്കി, ടു അനലൈസ് മീഡിയ കവറേജ്
കവറേജ്, മാസ് മീഡിയാസിന്റെ ആ ഒരു കവറേജ് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക അല്ലെ. നല്ല രീതിയിൽ അവരത് ചെയ്യുന്നുണ്ടോ അല്ലെ, നല്ല രീതിയിൽ നമ്മൾ ഇനി വേറെ ഏതെങ്കിലും മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിൽ ഇപ്പൊ നിലവിലുള്ളത് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ആ മീഡിയാസ് നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. ലാസ്റ്റ് വണ്ണാണ് ടു ലൈസ് വിത്ത് ക്ലയന്റ്സ്, മാനേജീരിയൽ ആൻഡ് ജേർണലിസ്റ്റിക് സ്റ്റാഫ് അബൌട്ട് ബഡ്ജറ്റ്, ടൈം സ്കെയിൽസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇനി ടു ലൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പരസ്പര സമ്പർക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ. ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ ആരുമായിട്ടാണ് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അവിടെ വരുന്ന ക്ലയൻസുമായിട്ട് അല്ലെ. അതുപോലെ മാനേജീരിയൽ, മാനേജ്മെന്റിലെ അംഗങ്ങളുമായിട്ട്, അതുപോലെ ജേർണലിസ്റ്റിക് സ്റ്റാഫ് അല്ലെ, ജേർണലിസ്റ്റുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ അല്ലെ, മീഡിയാസിൽ നിന്ന് വരുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ പ്രസിൽ നിന്ന് വരുന്ന സ്റ്റാഫുകൾ, അവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. എബൌട്ട് ബഡ്ജറ്റ് അല്ലെ, ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകളെ കുറിച്ചാവാം, അല്ലെങ്കിൽ ടൈം സ്കെയിൽ, അറേഞ്ച്മെന്റ് ഓഫ് ഇവന്റ്സ് അല്ലെ. ടൈം സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, അറേഞ്ച്മെന്റ് ഓഫ് ഇവന്റ്സ്, പുതിയ പുതിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുകയും അത് ക്രമീകരിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയോ എന്ത് വേണം, നല്ലൊരു റിലേഷൻഷിപ്പ് ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർ ക്ലയന്റുമായിട്ടും മാനേജ്മെന്റുമായിട്ടും അതുപോലെ ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ടും നിലനിർത്തേണ്ടതുണ്ട്. ക്ലിയർ ആണോ? അത്രയും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാത്തതുണ്ടോ? ഒന്നുകൂടി പറയണോ? ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. കിട്ടാത്തവരുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിക്കാം കേട്ടോ. ഒരു പ്രാവശ്യം നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് വൺ എന്താ നമ്മൾ പറഞ്ഞേ, പബ്ലിസിറ്റി അല്ലെ, പരസ്യതന്ത്രങ്ങള്, അതുപോലെ തന്നെ എന്താണ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ഈ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് ആസൂത്രണം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞത് പ്രസന്റേഷൻസ്, അവതരണങ്ങളുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ പ്രസ് റിലീസസ് അല്ലെ, പത്രക്കുറിപ്പുകൾ അല്ലെങ്കിൽ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പത്രക്കുറിപ്പുകൾ നമ്മൾ പ്രസ് റിലീസ് ഒക്കെ കൊടുക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതാനും അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ, നിർമ്മിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മൂന്നാമതായി പറഞ്ഞത് ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, പബ്ലിക്കിൽ നിന്ന് വരുന്നതായിക്കോട്ടെ, പ്രസ് മാധ്യമങ്ങളിൽ നിന്ന് വരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന അന്വേഷണങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാണ് ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ, പ്രൊമോഷണൽ ഇവന്റ്സ്, സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രസ് കോൺഫറൻസുകളാവാം, പത്രസമ്മേളനങ്ങളാവാം, ഓപ്പൺ ഡേ ഹൗസ് ആവാം, എക്സിബിഷൻസ് ആവാം, ടൂർസ് ആൻഡ് വിസിറ്റ് മുതലായ പ്രൊമോഷണൽ ഇവന്റ്സ് ഒക്കെ കൃത്യമായിട്ട് സംഘടിപ്പിക്കുകയും മറ്റ് സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സ് നടത്തുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യുകയും പങ്കെടുക്കുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താ, ടു സ്പീക്ക് പബ്ലിക്ലി അറ്റ് ഇന്റർവ്യൂസ്, ഇന്റർവ്യൂ അല്ലെ അഭിമുഖം നടത്തുമ്പോ, ഒരു പത്രസമ്മേളനം നടത്തുമ്പോ, അല്ലെങ്കിൽ ഒരു അവതരണം നടത്തുന്ന സമയത്തൊക്കെ ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ പൊതുവായി സംസാരിക്കേണ്ടതാണ് അല്ലെ. പൊതുവായി ഓപ്പൺ ആയിട്ട് അവർ എന്ത് ചെയ്യണം, പബ്ലിക് ആയിട്ട് തന്നെ സ്പീക്ക് ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കേണ്ടതാണ്. നെക്സ്റ്റ് എന്താണ്, ടു പ്രൊവൈഡ് ക്ലയന്റ്സ് വിത്ത് ഇൻഫർമേഷൻ, പുതിയ അല്ലെങ്കിൽ നിലവിലുള്ള പ്രീ ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ്, പുരോഗതി എത്രത്തോളം ഉണ്ട്, പുതിയ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ക്ലയന്റുകൾക്ക് നൽകുക. നെക്സ്റ്റ് എന്താണ്, മീഡിയ കവറേജ്, നല്ല രീതിയിൽ ആ മീഡിയാസ് നമുക്ക് നല്ല ആ ഒരു സ്ഥാപനത്തിനെ റെപ്യൂട്ടേഷൻ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ പബ്ലിക് ഇമേജ് ഉയർത്താനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വിശകലനം ചെയ്യുകയും ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ലാസ്റ്റ് പറഞ്ഞ എന്താ, ആ ഒരു സ്ഥാപനത്തിന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ടൈം സ്കെയിൽ അല്ലെങ്കിൽ പുതിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്
ഇവരെപ്പോഴും ഒരു നല്ല റിലേഷൻഷിപ്പിലായിരിക്കണം. ആരൊക്കെയായിട്ടായിരിക്കണം? പബ്ലിക് റിലേഷൻസ് മാനേജ് ഓഫീസർ നല്ലൊരു റിലേഷൻഷിപ്പിൽ വരുന്നത് ക്ലയൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലായിരിക്കണം, മാനേജ്മെന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ പരസ്പര സമ്പർക്കത്തിലായിരിക്കണം ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ നിലനിർത്തേണ്ടത്. ക്ലിയർ ആണോ? ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് വണ്ണാണ് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. അല്ലെ, പ്രസ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. അല്ലെ, പ്രസ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. നോക്കിയേ, ഫസ്റ്റ് വൺ, PR must get to know the local press well. എപ്പോഴും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങൾ, അല്ലെ, ലോക്കൽ പ്രസ് നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങൾ എന്ത് ചെയ്യുക? നന്നായി അറിയേണ്ടതുണ്ട്. അല്ലെ, PR must get to know the local press well. അല്ലെ, പബ്ലിക് റിലേഷൻ ഓഫീസർ എപ്പോഴും നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങൾ ഏതാണ്? അല്ലെ, നമ്മുടെ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ലോക്കൽ പ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആ ഒരു ലൊക്കാലിറ്റിയിൽ, അല്ലെ, ഏറ്റവും അടുത്ത് വരുന്ന മാധ്യമങ്ങൾ, അല്ലെ, ആ ഒരു പ്രാദേശിക ഇടങ്ങളില് ആ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് വരുന്ന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? അല്ലെ, ആ പ്രാദേശിക മാധ്യമങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. ഈ PR ഓഫീസർക്ക് അറിവുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു അറിവുണ്ടായിരിക്കുന്നത്? ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽസ് പ്രിൻസിപ്പൽ ഹെൽപ്പർ ഇൻ ദിസ് റിഗാർഡ്. ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും നല്ലൊരു തത്വസഹായി ആവാനായിട്ട് ഈ ലോക്കൽ പ്രസ്സിന് സാധിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നേ? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള നല്ല നല്ല കാര്യങ്ങൾ കൂടുതലും നമ്മൾ എവിടെയായിരിക്കും? ഏത് മീഡിയം അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ളതിലായിരിക്കോ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്താണ് ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കൂടി എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു മീഡിയയിൽ പ്രസ്സിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ മീഡിയയിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്നത്? എവിടെ കൊടുക്കുമ്പോഴാ കുറച്ചും കൂടി പേഷ്യൻസ് കൂടുതൽ വരുന്നതും? ലോക്കലായിട്ട് കൊടുക്കുമ്പോഴല്ലേ? അല്ലെ, നമ്മളാണെങ്കിലും ലോക്കൽ ന്യൂസ് പേപ്പറിൽ കണ്ട് അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള മാധ്യമങ്ങളിലൂടെ കാണിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൂടുതൽ അവിടുത്തെ ആ ഭാഗത്തുള്ളവരാണ്, അല്ലെ, ലോക്കൽ ആയിട്ടുള്ള ആളുകൾ കൂടുതൽ അവരിലേക്ക് ആ ഒരു മാധ്യമങ്ങൾ എത്തുകയും അതിലൂടെ കൂടുതൽ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ അവരേക്ക് വേഗം എത്തുകയും പുതിയ പുതിയ ആളുകൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ സർവീസിന് വേണ്ടി വരികയും ചെയ്യും. അല്ലെ, അതേസമയം ദൂരെയുള്ള ആളുകൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാലും നമുക്ക് എന്താണ്, നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്തുള്ള ലൊക്കേഷനിലുള്ള ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്പിറ്റൽ അല്ലെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാറ്. ഒരുപാട് ദൂരെയുള്ള ഹോസ്പിറ്റലൊന്നും നമുക്ക് നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീവറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് എന്തൊരു നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നമ്മൾ പോകുന്നത് ഏറ്റവും അടുത്ത ഹോസ്പിറ്റലുകളിലേക്കാണ്. അല്ലെ, അപ്പൊ എപ്പോഴും ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങളും, അല്ലെ, നമുക്ക് പറയാനായിട്ട് ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് ആ ഹോസ്പിറ്റൽ ലൊക്കാലിറ്റി എവിടെയാണോ അതിന്റെ ലോക്കൽ പ്രസ് അല്ലെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്, ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽസ് പ്രിൻസിപ്പൽ ഹെൽപ്പർ ഇൻ ദിസ് റിഗാർഡ്. അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിനെ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ അടുത്തുള്ള മീഡിയാസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ പ്രസ് ഏതാണ്, ആ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ആ ഒരു പബ്ലിസിറ്റി ഉയർത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ല മികച്ച കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ലോക്കൽ പ്രസ്സിന് നമ്മുടെ ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. Then a hostile press can do a lot of harm. എന്താണ് ഒരു ഹോസ്റ്റൈൽ പ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ശത്രുപക്ഷത്തുള്ള ഒരു പ്രസ്, അല്ലെ, ഒരു ശത്രുപക്ഷത്തുള്ള ഒരു പ്രസ് ആണെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവര് നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കോ ചെയ്യാം? ഒരു ശത്രുപക്ഷത്തുള്ള ഒരു പ്രസ് എന്ന് പറയുമ്പോ എന്തായിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? അവര് ഹെൽപ്പ് ചെയ്യോ? ഇല്ല, അല്ലെ, അവര് ഹെൽപ്പ് ആയിരിക്കില്ല ചെയ്യുന്നത്, പകരം ഒരുപാട് ദോഷമുണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഇല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ? എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു പബ്ലിക് ഇമേജിനെ കുറയ്ക്കാനായിട്ട്, അല്ലെ, ദോഷകരമായി ബാധിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അല്ലെ, രണ്ട് രീതിയിലുമുണ്ട്. നല്ലൊരു പ്രസ് അല്ലെങ്കിൽ ലോക്കൽ പ്രസ് നല്ല രീതിയിൽ സഹായിക്കാനും അവർക്ക് സാധിക്കും. ഈ ഒരു ഹോസ്റ്റൈൽ പ്രസ്, ഒരു ശത്രുപക്ഷത്തുള്ള ഒരു പ്രസ് ആണെങ്കിൽ അവർക്ക് വളരെയധികം ഈ ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് വളരെയധികം ഒരു ദോഷം ചെയ്യാനായിട്ട് കഴിയുന്നു.
And if an editor understands the hospital problems, he can help enormously. ഇനി ഒരു എഡിറ്റർ, ആ ഒരു സ്ഥാപനത്തിന്റെ എഡിറ്ററിന് ആ ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഇനോർമസ്ലി, ടോട്ടലി ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ രീതിയിലും ആ ഹോസ്പിറ്റലിനെ എന്ത് ചെയ്യാൻ പറ്റും? സഹായിക്കാനായിട്ട് സാധിക്കും അല്ലെ? ആ ഒരു എഡിറ്ററിൻ്റെതായ ഒരു ഡ്യൂട്ടി ഉണ്ട് അല്ലെ? അവരാണ് കൂടുതൽ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്? പബ്ലിക് എന്താണ് റിലീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു എഡിറ്റർ നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധിയിൽ കൂടുതൽ സഹായിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ അത്? കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് രണ്ട് രീതിയിലുള്ള ഒരു കാര്യം, പ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. Then next നോക്കി, when something has gone seriously wrong and consequences may be of public concern, legitimate information must be volunteered as early as possible. ഇനി എന്താ പറയുന്നേ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഗുരുതരമായ ഒരു തെറ്റ് സംഭവിച്ചാൽ, ഒരു സീരിയസ്ലി റോങ്, ഒരു ഗുരുതരമായ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് പബ്ലിക്കിനിടയിൽ എന്താണ്? ഒരു ആശങ്കകൾ വളർത്തുന്നുണ്ട് അല്ലെ? അതാണ് ഇവിടെ പറയുന്നത് കോൺസിക്വൻസസ് മേ ബി ഓഫ് പബ്ലിക് കൺസേൺ അല്ലെ? അങ്ങനെ ഒരു ഗുരുതരമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ തെറ്റ് സംഭവിച്ചാൽ അത് സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിനെ പോകുന്ന അല്ലെ, ഹോസ്പിറ്റലിൽ പോകുന്ന അടുത്ത സർവീസുകൾ എടുത്ത പബ്ലിക്കിൽ എന്ത് വരും? ഒരു ആശങ്ക ജനിപ്പിക്കുന്നതാണ് അല്ലെ? ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത്? ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി വോളണ്ടിയർഡ് ആസ് ഏർലി ആസ് പോസിബിൾ. എന്താ? എത്രയും വേഗം അല്ലെ നിയമാനുസൃതമായിട്ടുള്ള വിവരങ്ങൾ ആ ഒരു സംഭവത്തെ കുറിച്ച്, എന്താണോ അവിടെ എന്ത് പ്രോബ്ലം ആണോ ഉണ്ടായത് ആ പ്രോബ്ലത്തെ കുറിച്ചുള്ള നിയമാനുസൃതമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി എത്രയും വേഗം പബ്ലിക്കിനോട് സ്വമേധയ വോളണ്ടിയർ ആയിട്ട് ആ ഹോസ്പിറ്റലുകാർ തന്നെ സ്വമേധയ എന്ത് ചെയ്യണം? അറിയിക്കേണ്ടതുണ്ട് അല്ലെ? അത് ആ ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനൊരു ഗുരുതരമായ തെറ്റ് പറ്റി എന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് അല്ലെ? അപ്പൊ നമുക്ക് ഓൾറെഡി ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത്, ഗുരുതരമായ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ പൊതുവായിട്ടും നമ്മുടെ പബ്ലിക്കിന് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ആശങ്ക അല്ലെ, പൊതുവായൊരു ആശങ്കകൾ ഉയർത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ആശങ്കകൾ ഉയർത്തുന്നതിനെ തടയണമെങ്കിൽ എന്താണ് വേണ്ടത്? എത്രയും വേഗം ആ ഹോസ്പിറ്റലുകാർ തന്നെ സ്വമേധയാ എന്ത് ചെയ്യണം? അതുമായി ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമാനുസൃതമായ എല്ലാ വിവരങ്ങളും ഈ പബ്ലിക്കിനെ അറിയിക്കണം അല്ലെ? അങ്ങനെ പബ്ലിക്കിനെ അറിയിച്ചാൽ മാത്രമല്ലേ നമുക്ക് അതിലൊരു കൺഫേം ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഉറപ്പ് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ എന്താ കാര്യം എന്നുള്ളത്. ആ ഹോസ്പിറ്റലുകാർ തന്നെ ചെയ്താൽ മാത്രമേ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് മറ്റുള്ളവർ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? ആരും വിശ്വസിക്കില്ല. അതേസമയം ഹോസ്പിറ്റലുകാർ തന്നെ മുന്നിട്ടിറങ്ങി ഇതിന്റെ നിജസ്ഥിതി എന്താണ്, ഇന്നതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് അതെന്താ വിശ്വസനീയമാവുള്ളൂ. അപ്പൊ അതാ അവിടെ പറയുന്നത് കേട്ടാ. നെക്സ്റ്റ് നോക്കി, clearance of all material intended for release must be controlled by the chief of PR. ഇനി എന്താ? ഇനി എന്തെങ്കിലും റിലീസുകൾ ഈ പറയുന്ന ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് റിലീസ് ചെയ്യാനുണ്ട്. അതാണ് ഓൾ മെറ്റീരിയൽസ് ഇന്റൻഡ് ഫോർ റിലീസ് മസ്റ്റ് ബി കൺട്രോൾഡ് ബൈ ദ ചീഫ് ഓഫ് PR. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനോ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം? ഈ ചീഫ് ഓഫ് PR ആയിരിക്കും, പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ചീഫ് ആയിരിക്കണം. അത് അദ്ദേഹമായിരിക്കും അത് നിയന്ത്രിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അവരിലേക്ക് കൊടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള റിലീസുകൾ അല്ലെങ്കിൽ എന്താ പബ്ലിഷ് ചെയ്തായിരിക്കും നമ്മൾ നൽകുന്നത് അല്ലെ, മാധ്യമങ്ങളിലൂടെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത് ഈ ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. Then the material should be put on a format and released in a manner calculated to benefit the hospital. ഇനി ഈ പറയുന്ന ഈ റിലീസുകളാവാം അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിഷ് ചെയ്യുന്ന മെറ്റീരിയൽ ആവാം, അതെല്ലാം എന്ത് ചെയ്യണം? ഒരു ഫോർമാറ്റ്, വളരെ കൃത്യമായ ഫോർമാറ്റിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. അത് മാത്രമല്ല ഈ ഫോർമാറ്റിൽ അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ഈ മെറ്റീരിയൽസ് ഹോസ്പിറ്റലിന് ബെനിഫിറ്റ്
ചെയ്യുന്ന രീതിയിൽ കണക്കാക്കുകയും വേണം. എന്താ ബെനിഫിറ്റ്, ഹോസ്പിറ്റല് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം ഈ പറയുന്ന വിവരങ്ങള് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഫോർമാറ്റ് ചെയ്ത് വിടേണ്ടത്. എന്താ പറയുന്നത്, when something has gone seriously, എന്തെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ഗുരുതരമായിട്ടുള്ള തെറ്റ് ഒരു ഹോസ്പിറ്റലിൽ സംഭവിച്ചു എന്ന് വന്നാല് ആ കാര്യത്തെ കുറിച്ചുള്ള കൃത്യമായ വിശദീകരണം, നിയമാനുസൃതമായ വിവരങ്ങള് ആ ഹോസ്പിറ്റലുകാര് തന്നെ എന്ത് ചെയ്യണം, അവിടെ എന്താണ് ചെയ്യേണ്ടത്, സ്വമേധയാ പബ്ലിക്കിനെ അറിയിക്കണം. ഇനി അത് ചിലപ്പോ വല്ല മെറ്റീരിയൽസ്, ചിലപ്പോ വല്ല റിലീസുകളിലൂടെയോ പബ്ലിഷ് ചെയ്യുന്നതിലൂടെയോ ആയിരിക്കാം ചിലപ്പോ ആ വിവരങ്ങൾ അറിയിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഈ മെറ്റീരിയൽസ് ചിലപ്പോ റിലീസിന് വേണ്ടിയിട്ടുള്ളതാവാം, പബ്ലിഷ് ചെയ്യാനുള്ള സാധനങ്ങളാവാം. ഇതെല്ലാം കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടത് ചീഫ് ഓഫ് PR ആണ്, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. അത് കൂടാതെ ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ട് വളരെ കൃത്യമായ ഫോർമാറ്റിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ മാനർ കാൽക്കുലേറ്റഡ് ടു ബി ബെനിഫിറ്റ് ദ ഹോസ്പിറ്റൽ, ഈ പറയുന്ന റിലീസ് ചെയ്യുന്ന വസ്തുക്കൾ എപ്പോഴും ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നതും നേട്ടമുണ്ടാകുന്ന രീതിയിലാണോ എന്നതുകൂടി കണക്കാക്കിയായിരിക്കണം ഇത് റിലീസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ അത്? ആ ബോക്സ് ഓക്കെ ആണോ? ഓക്കെ, ലാസ്റ്റ് പേജ് ആണ് നമ്മുടെ. നെക്സ്റ്റ് നോക്കി, information regarding the condition of hospital patients, especially VIPs and very serious patients, should be guarded and preferably governed by an approval code. ഇനി എന്താ, നമ്മൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിലെ പല VIPകളൊക്കെ ട്രീറ്റ്മെന്റിന് വരും, അല്ലെ? അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കേസുകളൊക്കെ ഓരോരുത്തർ വരാറുണ്ട്, അല്ലെ? അപ്പൊ അവരുടെയൊക്കെ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് പ്രസ്, ഇപ്പൊ ഒരു VIP ആണ്, ഏതെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു VIP ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത് വിചാരിക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഫിലിംസില്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ ഒരുപാട് പേര് അവരുടെ ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിന്റെ പുറത്തൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ, കണ്ടിട്ടില്ലേ? ആരും ന്യൂസ് ഒന്നും കാണാറില്ല. ഇപ്പൊ ഒരു ഫിലിം സ്റ്റാർ ആണെങ്കിൽ കൂടി ഒരുപാട് പേര് അവരുടെ എന്താണ് ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും, അല്ലെ? അവരങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഹോസ്പിറ്റലുകാർ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അതിന് ബന്ധപ്പെട്ട ആളുകൾ എന്താണ് എപ്പോഴും അവരുടെ എന്താണ് കണ്ടീഷൻസ് മാറുന്നതും ചെയ്യുന്നതും ഒക്കെ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അങ്ങനെ പറയോ? ഇല്ല, അല്ലെ? വളരെ ചില സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ, അല്ലെ? അത് അവരുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് കാര്യങ്ങളുടെ ഒക്കെ പെർമിഷനോട് കൂടി മാത്രം, അല്ലെ? അല്ലാതെ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ പേഷ്യൻസിനെ സംബന്ധിച്ച് അത് ചിലപ്പോ ഒരു VIP ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കാം. അപ്പൊ അവരുടെ വിവരങ്ങള് എപ്പോഴും ഒരു അപ്രൂവൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഒരു കാരണവശാലും അത് എന്ത് ചെയ്യാൻ പാടില്ല, അവരുടേതായതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇന്റർവ്യൂസ് ഓഫ് പേഷ്യൻസ് ബൈ ദ പ്രസ് ഓർ ടേക്കിംഗ് their photographs should only be permitted if the patient or his or her relatives concerned and if it is the hospital interested. ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ VIPകളാവാം അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഓരോ പേഷ്യൻസ് ആവാം, അവരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വളരെ സുരക്ഷിതമായിട്ട് ഒരു അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് ഇവിടെ എന്ത് ചെയ്യണം, സുരക്ഷിതമായിട്ട് ആ ഹോസ്പിറ്റലുകാര് വെക്കേണ്ടതാണ്. അത് എന്തിനു വേണം, ഇപ്പൊ പബ്ലിക്കിനെ അത് അറിയാൻ വേണ്ടി ഒരുപാട് ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ടാണ് അവരിങ്ങനെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെ? ഇപ്പൊ മീഡിയാസ് ഒക്കെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പബ്ലിക്കിലേക്ക് അതിന്റെ ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ അവർക്ക് ആ ഇൻഫർമേഷൻസ് കൃത്യസമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാവും. അപ്പൊ അതെന്താ, നമ്മുടെ അവർ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ എത്തിക്സിനുള്ള കാര്യമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അതിന്റെ പ്രത്യേകം അപ്പൊ അവരുടെ ആ ഹോസ്പിറ്റൽ ആര് പേഷ്യന്റ് ആണോ അല്ലെങ്കിൽ ഏത് VIP ആണോ ഉള്ളത്, അവരുടെ കൃത്യമായ റിലേറ്റീവ്സോ ആരാണോ അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ ഈ പറയുന്ന വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു പോകാൻ പാടുള്ളൂ. ഓക്കെ ആണോ? ആ സെന്റൻസ് ക്ലിയർ ആയോ? Then second one പറയുന്നത് interviews of patients by the press or taking their photographs.
should be only be permitted if the patient or his or her relatives concerned and if it is the hospital interest. ഇനി എന്താ പറയുന്നത്? ഇപ്പൊ പൊതുജനങ്ങൾ അവിടെ എന്താ ചിലപ്പോ ഒരു ഹോസ്പിറ്റലില് ചിലപ്പോ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആവാം അല്ലെ, അപ്പൊ അവരുടെയൊക്കെ അനുവാദമില്ലാതെ ഇപ്പൊ ചില ഇപ്പൊ എന്താണ് പറയുന്ന ഫിലിം സ്റ്റാർസ് ഒക്കെ ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ചിലർ ഇന്റർവ്യൂ എടുക്കാൻ വരും അല്ലെ, മീഡിയാസ് ഇന്റർവ്യൂ. ഇപ്പൊ അവർ ഇച്ചിരി ഒന്ന് റിക്കവർ ആയി കഴിഞ്ഞ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അറിയാൻ വേണ്ടിട്ട് ചിലപ്പോൾ ഇന്റർവ്യൂസ് എടുക്കാൻ വേണ്ടിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ അവരുടെ ഫോട്ടോഗ്രാഫ്സ് നിലവിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് ആളുകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ചിലപ്പോൾ വന്നേക്കാം. അതിപ്പോ ഈ ഒരു കേസ് ഒക്കെ പറയണ്ട കേട്ടോ, ചിലപ്പോ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് കുറച്ച് ഇഷ്യൂ ആയിട്ടുള്ള ഒരു എന്താണ് കുറച്ച് മീഡിയാസ് ഒക്കെ ഉൾപ്പെട്ട എന്തെങ്കിലും വേറൊരു കേസ് ആവാം. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു റേപ്പ് കേസോ അങ്ങനെ പല കേസുകൾ വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ പേഷ്യൻസിനെ ഇന്റർവ്യൂ ചെയ്യാൻ വരാറുണ്ട്. അവരുടെ സിറ്റുവേഷൻ അവരെന്താ ഫേസ് ചെയ്തത് എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മീഡിയാസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരിക്കലും അവരുടേതായ സ്വന്തം ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഇന്റർവ്യൂ നടത്താനോ ഫോട്ടോ എടുക്കാനോ പാടില്ല. ഇനി അവിടെ ആരുടെ അനുവാദം ഉണ്ടായിരിക്കണം? പേഷ്യന്റിന്റെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ അനുവാദം ഉണ്ടായിരിക്കണം. അത് കൂടാതെ ആരുടെ താല്പര്യവും കൂടി ഉണ്ടായിരിക്കണം? പേഷ്യന്റിന്റെയും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ അനുവാദം മാത്രം മതിയോ? പറ്റില്ല അല്ലെ. ഹോസ്പിറ്റലിന്റെ കൂടി താല്പര്യത്തിനനുസരിച്ചായിരിക്കണം അല്ലെ അവർക്ക് ഇന്റർവ്യൂ എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് എടുക്കാനും മാധ്യമങ്ങൾക്ക് അനുവാദമുള്ളൂ. ക്ലിയർ ആണോ? അത് സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് ഭാഗമാണ്. നോക്കിയേ, മെഡിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ്. നോക്കിയേ, എനി മെഡിക്കൽ ഇൻഫർമേഷൻ, medical staff information for public consumption should be cleared by public relations. എന്താണ്? ഇപ്പൊ പൊതുജനങ്ങളുടെ ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെയൊക്കെ പബ്ലിക്കിന്റെ ഉപയോഗത്തിനായിട്ട് എന്തെങ്കിലും മെഡിക്കൽ സ്റ്റാഫ്, ഇപ്പൊ ഡോക്ടേഴ്സ് ആവാം അല്ലെ, അങ്ങനെയുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ നൽകുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് അത് കൃത്യമാണോ എന്ന് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുന്നത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഇപ്പൊ നമ്മൾ പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക്കിന് വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റാഫുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഒരു എന്താണ് കോവിഡ് വന്ന സമയത്താവാം, അല്ലെങ്കിൽ ഒരു എന്താണ് നിപ്പ വന്ന സമയത്ത്, അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസ് വന്ന സമയത്ത് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ചിലപ്പോ പല മെഡിക്കൽ സ്റ്റാഫുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു തരാറില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങള്? ഡോക്ടേഴ്സ് അതിനെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിരിക്കണം അല്ലെ. പറയുന്ന കാര്യങ്ങൾ ആരാണ്? ആ ഡോക്ടർ ആണെങ്കിലും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമല്ലെങ്കിൽ എന്താ ആ ഹോസ്പിറ്റലിൽ അത് ബാധിക്കുന്നത്? ആ ഹോസ്പിറ്റൽ ഇമേജ് കുറയും അല്ലെ. അപ്പൊ നല്ല രീതിയിൽ അത് കൃത്യമായിട്ടുള്ള കാര്യമാണോ അത് പറയുന്നത്, ഇൻഫർമേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്നത് ക്ലിയർ ചെയ്യേണ്ടത് ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. രണ്ടാമതായി പറയുന്നത്, നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസേൺ ഓഫ് ദ സെയിം. അതുപോലെ ഒരു രോഗിയുടെ ഒപ്പിട്ട സമ്മതമില്ലാതെ ഒരു സൈൻ ചെയ്ത് അവരെന്ത് ചെയ്യണം, കൺസേൺ ഒപ്പിട്ട് കൊടുക്കണം അല്ലെ. ഒപ്പിട്ട സമ്മതമില്ലാതെ അവരുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വിടാനായിട്ട് പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. അത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നത് കൊണ്ടാണ് അല്ലെ. ഒരു കാരണവശാലും ആ പേഷ്യൻസ് ഒപ്പിട്ട സമ്മതപത്രമില്ലാതെ യാതൊരു കാരണവശാലും ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫർമേഷൻസ് പുറത്തു വിടാൻ പാടില്ല. മൂന്നാമതായിട്ട്, all questions about hospital operations and its patients should be cleared by Chief Public Relations before being published publicly. ഇനി പല ക്വസ്റ്റ്യൻസും നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ അല്ലെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ എന്ത് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് ക്വസ്റ്റ്യൻസിന് കൃത്യമായ ആൻസർ കൊടുക്കണം അല്ലെ. അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ക്ലിയർ ചെയ്യേണ്ടത്, അത് കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്?
ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ പല എൻക്വയറീസ് അന്വേഷണങ്ങൾ നടത്താം അല്ലെ, സജഷൻ ബോക്സുകളിലാക്കി അല്ലെങ്കിൽ എന്താ പല രീതിയിൽ നമുക്ക് ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പേഷ്യൻസിനെ കുറിച്ചാവാം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായ മറുപടികളിലൂടെ അത് എന്ത് ചെയ്യണം, പബ്ലിക്കിലേക്ക് പബ്ലിഷ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവരിലോട്ട് അറിയിക്കുന്നത്. അപ്പൊ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് ഈ ചോദ്യങ്ങളുടെയൊക്കെ ആൻസറുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത് ഈ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് ചെക്ക് ചെയ്തിരിക്കണം എന്നാ പറയുന്നത്. ക്ലിയർ ആണോ? അത് മെഡിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ് ആ 3 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയ കേട്ടോ. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സിമ്പിൾ ചാപ്റ്റർ അല്ലേ? ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയോ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ പറയുന്നത് അല്ലെ? ഒരു പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ, ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ കാര്യമൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ മാം അല്ലെ? കുറച്ച് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് മിസ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് 4th മോഡ്യൂളിലെ 7th ചാപ്റ്റർ ആണ്. നിങ്ങളുടെ കയ്യിൽ എത്രയാണ് നമ്പർ കിടക്കുന്നത്? മോഡ്യൂൾ വൈസ് നമ്പർ എത്രയാ? 48 ആണ്. 48 ആണോ കിടക്കുന്നത്? ആണോ? ഓക്കെ ഓക്കെ, നോട്ട്സ് കയ്യിൽ കരുതുക കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. 10 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റ് നാബ് പഠിച്ചില്ലേ നിങ്ങള്? നാബ് ക്വാളിറ്റി അഷുറൻസ് നാബ് പഠിച്ചില്ലേ? ഓക്കെ, അതുമായി കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇതിലും പറയുന്നുണ്ട്. ഇവിടെ ഒരു 32 കീ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞില്ലായിരുന്നോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു 32 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിന്റെ അനുസരിച്ചുള്ള 32 എണ്ണത്തിന്റെയും നമുക്ക് ഫോർമുലാസ് കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ കൂടി ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല കേട്ടോ. നമുക്ക് പഠിച്ചെടുക്കാം. നാം പഠിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു ബേസ് ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ച് നമുക്ക് ഇത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങൾ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം സ്ട്രെസ് ചെയ്ത് മിസ് പറഞ്ഞു തരാൻ ഏതൊക്കെയാണുള്ളത് അത് സ്ട്രെസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി കേട്ടോ. നോക്കിയേ, അപ്പൊ ഒരു ക്വാളിറ്റി എന്താണ് ഒരു ക്വാളിറ്റി എന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാലോ. എന്താണ് ഒരു ക്വാളിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, അത് നല്ലൊരു ക്വാളിറ്റി എന്ന് പറയാനുള്ള കാരണം എന്താ? എന്താണ് നിങ്ങൾ അതിന്റെ ക്വാളിറ്റി എന്ന്? മാനദണ്ഡങ്ങള്. എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നോക്കുക? വളരെ നല്ലതാണോ അല്ലെ, മികച്ചതാണോ നോക്കും. കുറെ നാള് നിന്നാൽ അല്ലെ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നതാണോ നോക്കും. അതെ, നല്ലതായിരുന്നത് കൊണ്ട് അതിന്റെ ലൈഫ് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നു അല്ലെ. പലതരത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങള് നമുക്ക് നല്ലതായി തോന്നിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഗുണനിലവാരം അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിയേ? ടു ദ ഓർഡിനറി പേഴ്സൺ വാട്ട് ഈസ് ക്വാളിറ്റി നോക്കിയേ? ടു ദ ഓർഡിനറി പേഴ്സൺ quality is how good something is. എന്താ ഉദ്ദേശിക്കുന്നേ? ഒരു സാധാരണക്കാരൻ അല്ലെ, ഒരു ഓർഡിനറി പേഴ്സൺ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എന്നത് എന്താണെന്നാ പറയുന്നേ? ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു കാര്യം എത്ര നല്ലതാണ് അല്ലെ, എത്രത്തോളം ഒരു കാര്യം നല്ലതാണ് എന്നതാണ് ഒരു ഗുണനിലവാരം എന്ന് പറയുന്നത് അല്ലെ. നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ നോക്കുക, ഒരു സാധനം വാങ്ങി അത് എത്രത്തോളം മികച്ചതാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം നല്ലതാണ്, അപ്പോൾ നമ്മൾ പറയും അത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് പറയും അല്ലെ. അങ്ങനെയാണോ നിങ്ങൾ പറയാറ്? നിങ്ങൾ എല്ലാവരും പറഞ്ഞു അല്ലെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളും അതിലുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള ഒരു സാധനമാണ് എന്ന് നമ്മൾ അതിനെപ്പറ്റി ഒരു സാധാരണക്കാരനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവർ പറയണം
പറയുകയാണെങ്കിൽ അത് അവർക്ക് എത്രത്തോളം നല്ല രീതിയിലുള്ളതാണെന്ന് തോന്നണം അല്ലെ. അത് എത്രത്തോളം നല്ലതാണ്. ആ ഒരു പ്രൊഡക്റ്റ് ആവാം അല്ലെ, അതൊരു വസ്തുവാവാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഒരു സർവീസ് ആവാം. അത് എത്രത്തോളം നല്ലതാണോ അതിനനുസരിച്ചാണ് നമ്മൾ ക്വാളിറ്റിയെ നിശ്ചയിക്കുന്നത് ആണല്ലോ. നെക്സ്റ്റ് നോക്കി, ദിസ് ക്യാൻ ബി എ സർവീസ്. ഇതെങ്ങനെയാവാം? ഇതൊരു സേവനമാവാം. എക്സാമ്പിൾ ക്യാൻറ്റീൻ സർവീസ് അല്ലെ. ഒരു ക്യാൻറ്റീനിൽ നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു, നിങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പറയാണ് നല്ല ഒരു സർവീസ് ആയിരുന്നു അവർ തന്നിരുന്നത് അല്ലെ, ആ ക്യാൻറ്റീൻ തന്നത് നല്ലൊരു സർവീസ് ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ നല്ല സർവീസ് ആണെന്ന് പറയുന്നത്? എന്തൊക്കെ കാരണങ്ങളാവാം? വളരെ ക്ലീൻ ആയിരിക്കും, ശരിയാണ്. ഫുഡ് നല്ല മികച്ച ഫുഡായിരിക്കും അല്ലെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്വാണ്ടിറ്റി ഉള്ള നല്ലൊരു ഭക്ഷണമാണ്, കൃത്യമായ സമയത്ത് നമുക്ക് തരുന്നു, നല്ല സർവീസ് അല്ലെ, അവരുടെ ബിഹേവിയർ, ആളുകളുടെ ബിഹേവിയർ നല്ല രീതിയിലാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇടമാണ്. അങ്ങനെ പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു ക്വാളിറ്റിയെ നിശ്ചയിക്കുന്നത് അല്ലെ. അപ്പൊ നല്ലൊരു ക്വാളിറ്റി സർവീസ് ആണെങ്കിൽ നമ്മൾ ആ സർവീസിനെ എന്ത് പറയും? നല്ലതാണ്. ഇനി അവിടെ നിന്ന് നമുക്ക് നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടിയില്ല, നീറ്റ് ആയിട്ട് തോന്നിയില്ല, അവർ നല്ല രീതിയിൽ സർവീസ് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് അല്ല, ബാഡ് സർവീസ് ആണ് എന്ന് പറയും അല്ലെ. അതുപോലെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നു, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് റിസ്റ്റ് വാച്ച് ആണ്. ഏതൊരു പ്രൊഡക്റ്റും ആവട്ടെ, ആ പ്രൊഡക്റ്റ് എത്രത്തോളം നല്ലതാണോ അതിനനുസരിച്ച് നമ്മൾ അതിനെ എന്താ പറയാ? നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് പറയും അല്ലെ. അല്ലെങ്കിലോ ബാഡ് ക്വാളിറ്റി ആണെന്ന് പറയും. ക്ലിയർ ആണോ? അത് ആ രണ്ട് സെന്റൻസ് ക്ലിയർ ആയോ? Okay, next ആണ് a person's judgment about a service or product relies on what he hopes for it or from it. ഇനി ഒരു വ്യക്തി ഒരു സർവീസിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ, ഒരു സർവീസിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ഒരു വ്യക്തി ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? റിലേസ് ഓൺ വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. എന്താ? അതിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നത് എന്താണോ അതിനെ ആശ്രയിച്ചാണ് ഒരു വ്യക്തി ആ സർവീസിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ വിലയിരുത്തുന്നത് അല്ലെ. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, ആ ഒരു പ്രൊഡക്റ്റ് മികച്ചതാണ്, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ല കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ ജഡ്ജ് ചെയ്യുക? അത് മികച്ചതല്ല, നല്ല ബാഡ് ക്വാളിറ്റി ആണെന്നായിരിക്കും നമ്മൾ ജഡ്ജ് ചെയ്യുക അല്ലെ, ആണോ? അതേസമയം നമ്മളൊരു സാധനം വാങ്ങി അത് നമ്മൾ പ്രതീക്ഷിച്ചതിലും ഉയരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള നിറം, നല്ല കളർ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ക്വാളിറ്റി, അല്ലെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും, നല്ല രീതിയിലുള്ള എന്താണ് കുറച്ച് എല്ലാ രീതിയിലുമുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതാവാം. അപ്പൊ നമ്മൾ പറയും എന്താ? നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണെന്ന് പറയും അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ ഓരോ വ്യക്തികളും ഈ ഒരു സർവീസിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ആശ്രയിക്കുന്ന, വിലയിരുത്തുന്നത് അല്ലെ, ജഡ്ജ് ചെയ്യുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? നമ്മൾ എന്താണോ ആ പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു സർവീസ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാല് ആ ഹോസ്പിറ്റലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല സർവീസ് ആണ് നൽകുന്നതെങ്കിൽ പിന്നീട് നമ്മൾ എപ്പോഴും പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് അവർ തരുന്നത്. നമ്മൾ മറ്റുള്ളവരോട് പറയും, നമ്മൾ അതെ ഹാപ്പി ആവും അല്ലെ. അതുപോലെ തന്നെയാണ് എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി ഒരു സർവീസിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് എപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ് ആ സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അവർ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? Some of the words used to explain quality are. ഇനി ക്വാളിറ്റിയെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ക്വാളിറ്റിയെ നമുക്ക് ഈ വേർഡ്സ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ് അല്ലെ. ചിലർ പറയാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും പേഴ്സൺ അല്ലെ, അവരുടേതായ ഒരു വ്യൂവിലാണ് പറയുന്നത് അല്ലെ. ചിലർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് അല്ലെ, വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ട് വളരെ ആകർഷകമായിട്ട് തോന്നിയത് കൊണ്ടാവാം അത് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുന്നത് അല്ലെ. ചില നിങ്ങളോട് ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, മിസ് ചോദിച്ചായിരുന്നു അല്ലെ, എന്താണ് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞപ്പോ പലരും അവരുടേതായ പല ഓപ്ഷൻസ് അല്ലേ പറയുന്നത്. എല്ലാവരുടെയും ഒരേ അഭിപ്രായമല്ല
അല്ലെ? അപ്പൊ അവിടെ എന്താണ്, പലരുടെയും വ്യൂവിനനുസരിച്ചാണ് അവിടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ചിലര് പറഞ്ഞു എന്താ, വളരെ ഡ്യൂറബിൾ ആണ്, അല്ലെ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുന്നതെന്ന് പറയാം, അല്ലെ? ദെൻ മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു, അല്ലെ, നമുക്ക് എന്താ, എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു, അല്ലെ? ആൻഡ് ഹെൽത്തി, ആരോഗ്യവാനായിട്ടുള്ളത് അല്ലെങ്കിൽ ആരോഗ്യമുള്ളതാണ് എന്നത് കൊണ്ടാവാം. ആൻഡ് വാല്യൂ ഫോർ മണി, എന്താ, പണത്തിനുള്ള മൂല്യം, അല്ലെ, നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യമുള്ളത് കൊണ്ടാവും, അല്ലെ? വെർത്ത് എന്ന് പറയും നമ്മൾ, അല്ലെ, വെർത്ത് ഓഫ് മണി എന്ന് പറയും, പണത്തിനുള്ള മൂല്യമുള്ളത് കൊണ്ടാണോ, അല്ലെ? അങ്ങനെ പലരും പല ആൻസർ ആണ് പറഞ്ഞത്. അപ്പൊ അവരുടേതായ ഓരോരുത്തരുടെയും വ്യൂ ഓഫ് പോയിന്റില് നമുക്ക് ഈ വേർഡ്സ് ഉപയോഗിച്ച് നമ്മുടെ ക്വാളിറ്റിയെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ചിലർക്ക് ചിലപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളതായതുകൊണ്ടാവാം തോന്നുന്നത്, ചിലർക്ക് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കുന്നത് കൊണ്ടാവാം തോന്നുന്നത്. അപ്പൊ ഇതെല്ലാം ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ചെറിയ ഭാഗം കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഡിഫറെന്റ് വേർഡ്സ് ആർ യൂസ് ടു ഡിസ്ക്രൈബ് ക്വാളിറ്റി. പല വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ക്വാളിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെ, പല വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ക്വാളിറ്റിയെ വിവരിക്കാൻ സാധിക്കും. We would describe it as the extent to which a product or service contains a person or a group, that is how much satisfaction the person receives from the service. ഇനി ഈ പറയുന്ന ഏതൊരു വേർഡ് ഉപയോഗിച്ചും, അല്ലെ, പല വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ക്വാളിറ്റിയെ എന്ത് ചെയ്യാൻ പറ്റും, വിവരിക്കാനായിട്ട് സാധിക്കും. അതൊരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നത് എന്തിനെ ആശ്രയിച്ചായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നേ. ദാറ്റ് ഈസ് ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ ദ പേഴ്സൺ റിസീവ് ഫ്രം ദ സർവീസ്. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു, ആ ഹോസ്പിറ്റലിൽ നല്ലൊരു സർവീസ് തന്നാൽ നമ്മൾ അതിലെന്തായിരിക്കും, സാറ്റിസ്ഫൈഡ് ആയി, അല്ലെ, സംതൃപ്തരായി. അതുപോലെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അവിടെ നിന്ന് വന്നതെങ്കിൽ അപ്പോ നമ്മൾ എന്താ പറയുന്നത്, അത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് ആണ് നമ്മൾ പറയും, അല്ലെ? അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള പല വേർഡ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഓരോരുത്തരുടെയും സാറ്റിസ്ഫാക്ഷൻ ഏത് ഫീച്ചറിലാണോ ആ പ്രൊഡക്റ്റിന് കിട്ടുന്നത്, അല്ലെ, നല്ല ക്വാളിറ്റി എന്ന് പറയുന്നതിൽ എപ്പോഴും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ. നമ്മൾ വാങ്ങുന്ന ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തൃപ്തിയുള്ളതാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിൽ നമ്മൾ അവിടെ സംതൃപ്തരാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമ്മൾ പറയും എന്താ, ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെ നല്ലൊരു സർവീസ് ആണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, സംതൃപ്തരാണെങ്കിൽ നമ്മൾ പറയും നല്ലൊരു സർവീസ് ആണ് അവിടെ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം ആ സർവീസ് വഴി നമുക്ക് കിട്ടി എന്ന് നമുക്ക് പറഞ്ഞൂടെ? അങ്ങനെ പല വേർഡ്സിലൂടെ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയെ വിവരിക്കാം. അത് ഓരോരുത്തരുടെയും സാറ്റിസ്ഫാക്ഷൻ ലെവലിനനുസരിച്ചായിരിക്കും അവര് വിവരിക്കുന്നത്. ക്ലിയർ ആണോ? അത് അത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് കയ്യിൽ കരുതുക കേട്ടോ. വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു.